അതെ, അടിപൊളി രുചിയിൽ നമുക്കൊരു കിഡിലൻ സാലഡ് ഉണ്ടാക്കിയെടുത്താലോ. നിങ്ങളില്ലേ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കൂ. അത്രയ്ക്ക് അഡിക്റ്റായി പോകും കേട്ടോ. പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ നമുക്ക് ഫുഡൊക്കെ ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് പറ്റിയ ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ പെട്ടെന്ന് ആർക്കും തന്നെ റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഫസ്റ്റ് കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കക്കിരിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞാൽ എന്നിട്ട് നമുക്ക് സാലഡ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ട് കുറച്ച് ലെറ്റ്യൂസ് ലീഫും അതുപോലെ തന്നെ കുറച്ച് പൈനാപ്പിളും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ നല്ല മധുരമുള്ളത് എടുക്കാൻ നോക്കാം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ച് വെള്ളക്കടലില്ലേ, അത് കുതിർത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ആപ്പിളും കൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം കളർ മാറിപ്പോലെ. അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള നല്ല 2 സ്പൂണ് കട്ടി തൈര് എടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ മയണൈസ് എടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള മയണൈസാണ് എടുക്കുന്നെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ പുഴുങ്ങിയ മുട്ടയൊക്കെ വെച്ച് ചെയ്യുന്നില്ലേ, അങ്ങനെയുള്ള മയണൈസ്. പിന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം തഹീനി സോസില്ലേ, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാവും നമ്മുടെ ഈ ഒരു ഡ്രസ്സിങ്ങിന് ഉണ്ടാവുക. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോ, നിങ്ങൾ അതൊക്കെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ ഒരു നല്ലൊരു മധുരത്തിൽ വരുമ്പോൾ എന്നിട്ട് നമ്മുടെ ഈ ഒരു സാലഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പാർട്ടിക്കോ ഫംഗ്ഷനൊക്കെ ആക്കുന്നതാണെങ്കിൽ ഇതിൽ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷേ ഞാനിത് എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് കൂടുതലായി പോണ്ട, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നാരങ്ങാനീര് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോ. ഞാൻ ഈ തൈര് കുറച്ച് പുളിപ്പുള്ളതായത് കൊണ്ടാണ് കേട്ടോ ഞാൻ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാണ്ട്. എനിക്ക് കൂടുതൽ എന്താ പറയുക, പുളിയുള്ളത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആപ്പിളും കൂടി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു ഡ്രസ്സിങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഇല്ലേ, ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, അത്രയ്ക്ക് അടിപൊളിയാണ്. കൂടുതൽ പുളിയുള്ള സംഭവങ്ങളൊന്നും എടുക്കാണ്ടെന്നാൽ മാത്രം മതി. പിന്നെ ചെറുതായിട്ട് നമ്മൾ ഈ പൈനാപ്പിളിലും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആവും. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചേർക്കാണ്ട് തന്നെ. സാലഡ് കഴിക്കാത്തവരുണ്ടെങ്കിൽ പോലും ഈ ഒരു സാലഡ് എന്തായാലും കഴിച്ചു പോകും. കാരണം നമ്മുടെ ഫ്രൂട്ട് സാലഡിൻ്റെയൊക്കെ അതേ ഒരു ഏകദേശം അങ്ങനത്തെയൊക്കെ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഇത് ഉണ്ടാവുക. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പിശുക്കുന്നുണ്ട് കാണുന്നവരൊക്കെ. ജസ്റ്റ് അതിന് വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.